സോ ഗുഡ് ഈവനിങ്. പാട്ടുവിശേഷത്തിലേക്ക് മ്യൂസിക് തെറാപ്പിയുടെ 127ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാട്ടുകളിലൂടെ ഓർക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ആ, നമ്മുടെ നടൻ ശ്രീനിവാസനെയാണ്. കഴിഞ്ഞ ആഴ്ച ശ്രീനിവാസൻ നമ്മളിൽ നിന്ന് വിട്ടുപോയി. മലയാള സിനിമാ നടനും കഥാകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെയായി ആ, വളരെ പ്രത്യേകതയുള്ള ഒത്തിരി വേഷങ്ങൾ അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിച്ചു. ഒത്തിരി ദേശീയ പുരസ്കാരങ്ങൾ, അതുപോലെ ആ, മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 4 തവണയും, സ്പെഷ്യൽ ജൂറി അവാർഡ് 1 തവണയും അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഥയ്ക്കും തിരക്കഥയ്ക്കും ചിത്രത്തിനും ജനപ്രിയ ചിത്രത്തിനും ഒക്കെ ഉള്ള പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് പാട്യം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് സ്കൂൾ അധ്യാപകനായിരുന്നു, നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. മാതാവ് ലക്ഷ്മി. അതുപോലെ തന്നെ സഹോദരങ്ങൾ രവീന്ദ്രൻ, രാജഗോപാൽ, വനജ. സ്കൂൾ ജീവിതം കതിരൂർ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. 1977 അദ്ദേഹം മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമ അഭിനയത്തിൽ ഡിപ്ലോമ നേടി. പ്രശസ്ത സിനിമാ നടൻ രജനീകാന്ത് സഹപാഠിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ രജനീകാന്തിൻ്റെ അനുസ്മരണം നമ്മൾ ഓർത്തു. ശ്രീനിവാസൻ എന്ന് പറയുന്നത് ചാർലി ചാപ്ലിന് തുല്യനാണെന്ന് പറയും. അത്രമാത്രം ഹാസ്യത്തിൻ്റെ മെമ്പടിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതയുള്ള ഒത്തിരി ആ, അഭിനയ മുഹൂർത്തങ്ങൾ അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 1976 പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. വളരെയധികം പ്രത്യേകതയുള്ള ചിത്രങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെയ്വഴക്കത്തിൽ ചിത്രങ്ങൾ മനോഹരമായി എന്ന് പറയാം. ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ശ്രീനിവാസൻ. വിധിച്ചതും കൊതിച്ചതും, വിൽക്കാനുള്ള സ്വപ്നങ്ങൾ, ഒരു മാടപ്രാവിൻ്റെ കഥ, കെ ജി ജോർജിൻ്റെ മേള എന്നീ ചിത്രങ്ങൾ മമ്മൂട്ടിക്ക് വേണ്ടിയും ഒരു മുത്തശ്ശി കഥയിൽ തമിഴ് നടൻ ത്യാഗരാജന് വേണ്ടി അദ്ദേഹം ശബ്ദം നൽകിയിട്ടുണ്ട്. വളരെ പ്രത്യേകതയുള്ള ചില ചിത്രങ്ങൾ: ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, വടക്കു നോക്കിയന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള, കിളിച്ചുണ്ടൻ മാമ്പഴം, ഉദയനാണ് താരം, കഥ പറയുമ്പോൾ, അറബിക്കഥ, ആത്മകഥ. ഇങ്ങനെ നമ്മളുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന അനേകം ചിത്രങ്ങൾ അദ്ദേഹത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വലിയ മാസ്മരിക അവസ്ഥ നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ നമുക്ക് ഓർക്കാം. ഇന്ന് മനോജ് കുമാർ സാർ ഒരുക്കുന്ന ഒരു ട്രിബ്യൂട്ട് ഉണ്ട് അദ്ദേഹത്തിന് വേണ്ടി. ആദ്യമായി നമുക്ക് മനോജ് സാറിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മനോജ് സാറിനെയും. മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സോ സാർ. മാറ്റ്നി ഫ്രീ വെബിനാറിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇങ്ങനെയുള്ള അനേകം മഹാരഥന്മാരെ നമ്മൾ സ്മരിക്കുകയും അപ്പം അതിനുള്ള ഓർമ്മകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ പങ്ക് വെക്കാറുമുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിലാണ് ശ്രീനിവാസൻ എന്ന ഈ മഹാനടൻ്റെ വിയോഗം കഴിഞ്ഞ 20-ാം തീയതി ഉണ്ടാവുകയും മലയാള സിനിമയ്ക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വിലപ്പെട്ടതായിരുന്നു. അദ്ദേഹം ഏതായാലും കാലയവനിക്കുള്ളിൽ മറഞ്ഞതാണ് ശ്രീനിവാസൻ. എനിക്ക് ഇങ്ങനെ ഒരു ട്രിബ്യൂട്ട് സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് വളരെ സന്തോഷം തോന്നിയത്, ഒരു ലാസ്റ്റ് ട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടി. ഞാൻ അദ്ദേഹത്തോടൊപ്പം 11 സ്റ്റേജുകളിൽ വർക്ക് ചെയ്ത ഒരാളാണ്. 1996 UAE 11 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റേജ് പങ്കിടാനുള്ള ഒരു യോഗം എനിക്കുണ്ടായിട്ടുണ്ട്. ആ പ്രോഗ്രാമിൻ്റെയൊക്കെ ഓർക്കസ്ട്രയുടെ കോർഡിനേഷനൊക്കെ ചെയ്ത് ഞാനായിരുന്നു. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു അത് 1996. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് ഏതാണ്ട് ഒരു മാസത്തോളം കാലം ഞങ്ങളൊക്കെ അദ്ദേഹത്തിലൂടെ യാത്ര ചെയ്യും. അപ്പോൾ നമ്മൾ കേൾക്കുന്ന സിനിമയിൽ കിടന്ന അതേ ശ്രീനിവാസൻ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള ശ്രീനിവാസൻ. ഒരു വ്യത്യാസവും സാധാരണ സിനിമാ നടന്മാർക്കറിയാം ഒരു അഭിനേതാവെന്ന് പറയുമ്പോഴും അല്ലാതുള്ള രണ്ടാമത്തെ ഒരു അങ്ങനെ ഒരു വ്യത്യാസം. പക്ഷെ ശ്രീനിവാസനിൽ മാത്രമേ ഉള്ളൂ ഞാൻ വളരെ അപൂർവമായിട്ട് ഇങ്ങനെയൊരു കാര്യം. അദ്ദേഹം അതായിരുന്നു, പച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞുള്ള വാചകങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്നും ഞാൻ ഇന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇത് കൃത്യമായിട്ട് ഓർക്കാറുണ്ട്. എൻ്റെ ഒരു പ്രത്യേകത മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ട്രിബ്യൂട്ട് ഞാൻ ആരംഭിക്കാം.
അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ കൂടെ കുറേ സ്കിറ്റുകളുണ്ടായിരുന്നു. ആ സ്കിറ്റുകൾ മുഴുവൻ എഴുതിയത് ശ്രീനിവാസൻ സാറായിരുന്നു. അപ്പോൾ അവിടെ ദുബായിൽ ഇവരെല്ലാം വന്ന് ഒരു ഹോട്ടലിലൊക്കെ തിരുമ്പോൾ എല്ലാവരും ഈ പ്രാക്ടീസൊക്കെ ഉണ്ട് ഒരുപാട്. അതിനകത്ത് നമ്മുടെ പ്രശസ്ത നടൻ മരിച്ചുപോയ മുരളി ഉണ്ടായിരുന്നു, മനോജ് കെ ജയൻ, വിനീത്, ഒരു വലിയ ടീമായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലായിരുന്നു ഞങ്ങളുടെ ഓർക്കസ്ട്ര അന്ന് ദുബായിലേക്ക് ഞങ്ങളൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. അതിനുണ്ടൊരു നിയോഗം ഉണ്ടായത്. വേറെ സിംഗേഴ്സും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. എനിവേ, അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് ഇറങ്ങി എല്ലാവരും കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാവരും പ്രാക്ടീസിനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്കിറ്റിൻ്റെ പ്രാക്ടീസൊക്കെ തന്നെ ഒരു സ്ക്രിപ്റ്റും എഴുതിയിട്ടില്ല. ഏ അദ്ദേഹത്തിന് ഈ സ്ക്രിപ്റ്റൊക്കെ എഴുതാൻ നിമിഷ നേരങ്ങൾ മതി എന്നുള്ളതാണ്. അപ്പോൾ കടലാസും ഒക്കെ എടുത്തുകൊണ്ടൊന്ന് സ്ക്രിപ്റ്റ് എഴുതി എല്ലാവരെയും അതിൻ്റെ പോർഷനൊക്കെ ചെയ്ത് ഒരു സംവിധായകനാണല്ലോ, പിന്നൊന്നും പറയണ്ട. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന ശ്രീനിവാസൻ അതാണ്. ഞാൻ നേരിട്ട് അനുഭവിച്ച അപ്പോൾ ഇതുപോലൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളെന്നൊക്കെ പറയാറുണ്ട്. ശ്രീനിവാസനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അന്നേരം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ അല്ലെ അദ്ദേഹം എഴുതുന്ന വരികളിലൊക്കെയും എല്ലാം അങ്ങനെ സ്പോണ്ടേനിയസ് വരികളൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. സിനിമ കാണുന്ന എല്ലാവർക്കും ശ്രീനിവാസനെ എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും ഇന്ന് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഈ മഹാനടനെ ഓർക്കാൻ ഉണ്ടായതും ഈ ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയതും എനിക്ക് ഒരു നിയോഗമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാനിന്ന് ഷെയർ ചെയ്യട്ടെ. മലയാള സിനിമയ്ക്ക് നിരവധി മികച്ച നടന്മാരെയും സംവിധായകരെയും തിരക്കഥാകൃത്തുക്കളെയും എക്കാലത്തും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രീനിവാസനെ ഒരു താരമായിട്ട് മാത്രം ആയിരുന്നില്ല മലയാള സിനിമ പ്രേക്ഷകർ അദ്ദേഹത്തെ കണ്ടത്. സാധാരണ മനുഷ്യരുടെ ചിന്തകളും സംശയങ്ങളും ദൗർബല്യങ്ങളും സ്ക്രീനിൽ കൊണ്ടുവന്ന ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് നമ്മൾക്ക് അദ്ദേഹത്തെ അനുഭവപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മളോട് ചിരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഓരോ കഥാപാത്രവും നമ്മുടെ അയൽവാസിയെ പോലെയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെയായിരുന്നു. ചിരിയെ ആയുധമാക്കി സമൂഹത്തെ നോക്കി രാഷ്ട്രീയ, കപട സദാചാരം, വ്യാജ മൂല്യങ്ങൾ എന്നിവ സന്ദേശം പോലെയുള്ള സിനിമകളിലൂടെ അവതരിപ്പിച്ച് പ്രേക്ഷകരെ ശ്രീനിവാസൻ ചിരിപ്പിച്ചു. ചിരിയുടെ ഉള്ളിൽ സത്യം ഒളിപ്പിച്ചു വെച്ച ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. സംവിധായകനായപ്പോൾ അദ്ദേഹം വലിയ കാഴ്ചകളൊന്നും തേടിപ്പോയി. വലിയ മനുഷ്യബന്ധങ്ങളാണ് അദ്ദേഹം സിനിമകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. വടക്ക് നോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള, സന്ദേശം, നാടോടിക്കാറ്റ്, വടക്ക് നോക്കി യന്ത്രം, മിഥുനം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങി എത്രയോ സിനിമകൾ സ്വയം തിരിച്ചറിവിൻ്റെ നിശബ്ദ യാത്രകൾ ആയിട്ടാണ് നമ്മൾക്ക് തോന്നിയത്. അവൻ നമ്മളോട് ചോദിക്കുന്നു, നാം സത്യമായി ജീവിക്കുന്നു? ശ്രീനിവാസൻ സിനിമയ്ക്കപ്പുറവും ഉറച്ച പാറ പോലെ നിന്ന ഒരു നിലപാടാണ് എന്നും കൈക്കൊണ്ടിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ല. എന്നാൽ അദ്ദേഹം ഒരിക്കലും മനസാക്ഷിയെ വിട്ടുകൊടുക്കുന്ന കലാകാരൻ ആയിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും നമ്മുടെ ഇടയിൽ പ്രസക്തനാകുന്നത്. ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിച്ച വലിയ കലാകാരൻ, സാധാരണ മനുഷ്യരുടെ കഥ പറഞ്ഞ വലിയ മനുഷ്യൻ. ചിത്രങ്ങളിലൂടെ അദ്ദേഹം നമ്മൾ തന്നെയായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ശ്രീനിവാസൻ അഭിനയിച്ചത് സാധാരണ മനുഷ്യരെ പോലെയാണ്. ഭർത്താക്കന്മാരെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, സ്വയം തിരിച്ചറിയാൻ പാടുപെടുന്ന കുറേ മനുഷ്യരെ. അങ്ങനെ അദ്ദേഹം നമ്മുടെ ഇടയിൽ ജീവിച്ച കഥാപാത്രങ്ങൾ നിരവധിയാണ്. മലയാള സിനിമയെ കൂടുതൽ സത്യസന്ധമാക്കിയ ഒരു വലിയ കലാകാരന് ഇന്നിവിടെ നമ്മൾ ആദരവും അർപ്പിക്കുന്നു. നന്ദി ശ്രീനിവാസൻ. ചിരിപ്പിച്ചതിന്, ചിന്തിപ്പിച്ചതിന്, മനുഷ്യരായി നിലനിൽക്കാൻ എങ്ങനെ പറ്റും എന്ന് പഠിപ്പിച്ചതിന്.
താങ്ക് യു സബു സാർ. ഓവർ ടു യു സാർ. തീർച്ചയായിട്ടും ഈ ശ്രീനിവാസന്റെ ഓരോ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഓരോ കഥാപാത്രത്തിനും ചില പ്രത്യേകതകളുണ്ട്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇങ്ങനെയൊക്കെ ഒരു കഥാപാത്രം അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ പറ്റുമോ, അല്ലേ? അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും പൊക്കവും ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ വാക്കുകളും ആ കഥാപാത്രവും എന്നൊക്കെ പറഞ്ഞാൽ അസാധാരണമാണ്. അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് ആരുടെ കൂടെയാണെങ്കിലും. ആ കോമ്പിനേഷൻസ് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഷെയർ ചെയ്യാനേ പറയും. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രങ്ങളോ എന്തെങ്കിലും ശ്രീനിവാസനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയും. എല്ലാവർക്കും നമസ്കാരം. ഉം. ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ നേരത്തെ നമ്മുടെ മനോജ് സാറ് പറഞ്ഞതുപോലെ ഒരിക്കലും നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് മാഞ്ഞു പോകാത്തൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ വടക്കു നോക്കി യന്ത്രം എന്ന് പറയുന്നതും പൊന്മിട്ട ഇടുന്ന താറാവ് എന്ന് പറയുന്ന സിനിമയൊക്കെ എത്ര കണ്ടാലും നമുക്ക് മതിവരാത്ത സിനിമകളാണ്. അദ്ദേഹം ഒരു അതുല്യ നടനാണ് എന്നതിലുപരി അഭിനയിക്കുകയല്ല, നടനല്ല, എന്നാൽ എല്ലാവരും പറയും ജീവിച്ചു കാണിക്കുകയാണെന്ന് ആ രൂപത്തെ. അതുമല്ല, നമുക്ക് സിനിമയിൽ കാണുമ്പോൾ ശ്രീനിവാസൻ ആണ് ആ ആള്. നമ്മുടെ നാട്ടിൻപുറത്ത് കണ്ട ഒരാളിനെയാണ് നമ്മൾ ആ സ്ക്രീനിൽ കാണുന്നത് എന്നാണ് നമുക്ക് തോന്നാറുള്ളത്. അത്രയും തന്മയത്വത്തോടു കൂടി അഭിനയിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു നടനായിരുന്നു എന്നും നമുക്ക് പറയാം. പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഹാസ്യമൊക്കെ പറയുമ്പോഴും നമ്മൾ ചിരിക്കുമ്പോഴും അദ്ദേഹം അത് ഹാസ്യമാണ് നമുക്ക് വേണ്ടി പങ്കുവെച്ചതെന്ന് മുഖത്ത് അത് പ്രകടിപ്പിക്കാറേ ഇല്ല. എപ്പോഴും ഒരു അയ്യടാ ഭാവമാണ് മുഖത്ത് കാണുന്നത്. അതുപോലെ മൂക്കും കണ്ണും അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ്. കണ്ണിനും മൂക്കിനും ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ എല്ലാവരും പറയുന്ന രീതിയിലുള്ള ഭയങ്കരമായ ഭംഗിയുള്ള എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അദ്ദേഹത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ കഥാപാത്രങ്ങളെയും പിന്നെ കുറിച്ച് ഇന്റർവ്യൂവിന് ഉർവശിയോട് ചോദിക്കുമ്പോൾ സുന്ദരനായ നടൻ ഏതാണെന്ന് ഒരു 4 നടന്മാരുടെ പേര് പറഞ്ഞിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ശ്രീനിവാസൻ ചേട്ടനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല? മലയാള നടന്മാരിൽ ഏറ്റവും മിടുക്കനും സുന്ദരനും എൻ്റെ ശ്രീനിയേട്ടനാണെന്ന് ഉർവശി ഒരു അവസരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇനിയും പലർക്കും പറയാനുണ്ടെങ്കിലും ഞാൻ പറയുന്ന ശ്രീനിവാസനെ പോലെ ഒരു അതുല്യ പ്രതിഭ നമ്മുടെ മലയാള സിനിമയ്ക്ക് എന്നും എപ്പോഴും നഷ്ടപ്പെട്ടതല്ല, എന്നും നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരു നടനായി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എപ്പോഴും ഉള്ളത്. ഓരോ സിനിമ കാണുമ്പോഴും നമുക്ക് അടുത്ത സിനിമ കണ്ടു നോക്കുമ്പോൾ അദ്ദേഹം വീണ്ടും അതിൽ നമുക്ക് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കൂടി നമുക്ക് തന്നിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ പ്രണാഞ്ജലികളും. താങ്ക് യു. കേരളത്തിലെ രജനീകാന്ത് എന്ന് പറയാം, അല്ലെ? കേരളത്തിലെ രജനീകാന്ത് എന്ന് പറയാം. കാരണം അവർ രണ്ടുപേരും അതാണ് ഒരു സാധാരണ മനുഷ്യന്റെ ഒരു പരിച്ഛേദമാണ്. വളരെ സാർ പറയും. സാർ പറഞ്ഞു. വ്യത്യസ്ത മുഖങ്ങൾ സമൂഹത്തിൽ കാണിക്കപ്പെടുമ്പോൾ നാം ആ കഥാപാത്രത്തോടൊപ്പം സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം, ഒരു കുടുംബത്തിൽ, എനിക്ക് സിനിമയുടെ പേര് ഓർമ്മയില്ല, 2 മക്കൾ, ജയറാമും ഇദ്ദേഹവും 2 രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് വീട്ടിനകത്ത് രാഷ്ട്രീയം കളിക്കുന്ന ഒരു രംഗമുണ്ട്. ഓരോരുത്തർ പോകുമ്പോൾ അടുത്ത ആള് ആ പോയ ആളെ കുറിച്ച് എങ്ങനെയൊക്കെ വിമർശിക്കാമോ അങ്ങനെയൊക്കെ വിമർശിക്കും. എനിക്ക് തോന്നുന്നു ശങ്കരാടിയാണ് അവരുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. തിലകന്റെ ആ ഒരു തിരിച്ചറിവും ഈ 2 മക്കളെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയും എല്ലാം രസകരമായിരുന്നു. ഇത് ജയറാമിനെ ഇരട്ടി നമുക്ക് ഇഷ്ടപ്പെടുന്നത് ശ്രീനിവാസേട്ടനെയാണ്. അദ്ദേഹം ഈ ലോകത്തിന് വിട പറഞ്ഞു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള ഓരോ കഥാപാത്രവും നമ്മൾ രാവിലെ ഇറങ്ങി തിരിച്ചു വരുന്നതിനകത്ത് നമ്മൾ കണ്ടിരിക്കുന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കും, ഇവനെന്ത് ശിവൻ ഇങ്ങനെ പോലെ ആയിരിക്കുന്നത്. അത് ജീവിതമാണ്. പുള്ളി കാണിക്കുന്നത് വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ
മനുഷ്യ ജീവിതങ്ങളും അതിലെ കഥാപാത്രങ്ങളും തന്നെയാണ്. പിന്നെ നമ്മുടെ ഷീലാമ്മൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മൂക്ക്. ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. വ്യത്യസ്തമായ ഒരു ഭാവം ആ മൂക്ക് തന്നെ എന്തോ പറയുന്നില്ലേ നമ്മളോട് എന്ന് തോന്നാറുണ്ട്. എന്തായാലും അദ്ദേഹത്തോട് അടുത്ത് പെരുമാറാനൊന്നും കഴിഞ്ഞിട്ടില്ല. എങ്കിലും പാലക്കാട് ഒരു തവണ ഒരു പബ്ലിക് ഫംഗ്ഷന് വന്നപ്പോൾ ഒരു 50 അടി അകലെ നിന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടി. അന്നും എന്നെ ആകർഷിച്ചത് ഈ മൂക്ക് തന്നെയാണ്. എത്രയെത്ര വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ ഇട്ടിട്ടുള്ളത്. സ്വന്തമായി കഥ എഴുതുക, സ്വന്തമായി കഥാപാത്രങ്ങളെ നിർമ്മിക്കുക, എന്നിട്ട് നമ്മുടെ മുമ്പിലേക്ക് ജീവൻ നൽകി അയക്കുക. ആ ജീവൻ നൽകി അയക്കുന്ന ആൾ തന്നെ വളരെ ശക്തമായൊരു കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ മറക്കാൻ നമ്മൾക്ക് കഴിയുകയില്ല. നമ്മുടെ ക്ലാസ് എടുത്ത സാറ് ആ നോട്ടിൽ എഴുതി കാണിച്ചു ഇദ്ദേഹം വിട പറയുന്നില്ല എന്ന്. അതിൽ അദ്ദേഹം വിട പറയുന്നില്ല, ശരിയാണ്. നമ്മളോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് നമ്മൾ എന്താ പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് നന്ദി മാത്രം പറയുന്നു സർ. ഓക്കെ, ക്ഷമ പറയുന്നു. മലയാളത്തിന്റെ മഹാനടൻ ശ്രീനിവാസൻ. നമ്മളിൽ ഒരാളായിട്ടാണ് നമുക്ക് എപ്പോഴും ശ്രീനിവാസ സാറിനെ കാണാൻ സാധിച്ചിട്ടുള്ളത്. സ്വയം പരിഹസിച്ചുകൊണ്ട് മലയാളിയെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും പഠിപ്പിച്ച ഒരു മഹാപ്രതിഭയായിരുന്നു അദ്ദേഹം. എപ്പോഴും സത്യനന്ദിക്കാടുമായിട്ടുള്ള കൂട്ടുകെട്ടില് നമ്മൾ ഒരുപാട് ചിരിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് കുനിഷ്ടും കുന്നായ്മയും ഒക്കെ ഉള്ള പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ശ്രീനിവാസൻ. പക്ഷെ എല്ലാത്തിൻ്റെയും അപ്പുറത്ത് അദ്ദേഹം നമുക്കായിട്ട് കരുതി വെച്ച ഒരു നന്മയുണ്ടാവും. സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതുപോലെ ഏത് വടക്കു നോക്കി യന്ത്രം, ഏത് പടം എടുത്തു നോക്കിയാലും, ഏത് ഫിലിം എടുത്തു നോക്കിയാലും അദ്ദേഹം നമുക്കായിട്ട് ഒളിപ്പിച്ചു വെച്ച കുറെ നന്മകൾ ഉണ്ടായിരിക്കും. നമ്മുടെ മനസ്സിന്റെ ആ ഒരു ആർദ്രതയെ തൊട്ടുണർത്തുന്ന ഒരു സന്ദേശം അതിലുണ്ടാവും. അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ശ്രീനിവാസൻ സാറിന്റെ ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിന്റെ ഒരു ഫിലിം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ നമുക്ക് കണ്ടിട്ടുണ്ട്. എത്രയോ വഴക്ക് കൂടിക്കൊണ്ടാണ് ആ കഥാപാത്രങ്ങൾ, മോഹൻലാലും അതുപോലെ തന്നെ കാർത്തികയും ഒരുപാട് വഴക്ക് കൂടിക്കൊണ്ടാണ് അവർ ആ കഥ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ചിരിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ഇദ്ദേഹം പോലീസ് ഓഫീസറുടെ വേഷത്തില്. പക്ഷെ ഏറ്റവും അവസാനം വലിയൊരു നന്മയാണ് അതിൽ കരുതി വെച്ചിരുന്നത്. അത് ഏത് ഫിലിം എടുത്തു നോക്കിയാലും നമുക്ക് അതാണ് കാണാൻ കഴിയുക. എപ്പോഴും നമുക്ക് കാണാൻ കഴിയുക ഏത് സമയത്തും അദ്ദേഹത്തിന്റെ ഒരു ജീവനും ശ്വാസവും സിനിമ തന്നെയായിരുന്നു. ആ മാന്ത്രിക ലോകത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് അസുഖബാധിതനായിട്ട് കിടന്ന സമയത്തും. എപ്പോഴും നമുക്ക് പ്രത്യേകത തോന്നുന്ന വെച്ചാൽ നർമ്മത്തില് പൊതിഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സാമൂഹിക വിമർശനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അത് സമൂഹത്തിന്റെ നേരെ വിരൽ ചൂണ്ടിയ, പലപ്പോഴും കാപട്യത്തിന്റെ നേരെയുള്ള ഒരു കണ്ണാടിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അത്ര ശക്തമായിരുന്നു അദ്ദേഹത്തിന്റെ തൂലിക. എപ്പോഴും പറയുന്ന പോലെ നമ്മൾ അദ്ദേഹത്തിന്റെ വിട പറയുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ വളരെ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ചെന്നൈയിൽ നിന്ന് പാർത്ഥിപൻ എന്ന ആ ഒരു സിനിമാ ഡയറക്ടർ വരികയും അദ്ദേഹത്തിനോടൊപ്പമുള്ള ആ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചതൊക്കെ നമുക്ക് വളരെയധികം ഹൃദയസ്പർശിയായിട്ടുള്ള രീതിയിൽ അത് പങ്കുവെക്കപ്പെടുകയൊക്കെ ഉണ്ടായി. ആരോരും അറിയാതെ പാർത്ഥിപൻ എന്ന ആ ഒരു ഡയറക്ടർ ഒരു പിടി മുല്ലപ്പൂക്കളുമായിട്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആ മഹാനടനെ കാണാനായിട്ട് വന്ന ആ കാഴ്ച, അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പുകളൊക്കെ നമ്മളെ വളരെയധികം അത്ഭുതപ്പെടുത്തുകയാണ് ഉണ്ടായത്. മനോജ് കുമാർ സാറിനൊക്കെ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് സാറിലൂടെ ഞങ്ങൾക്കും ആ ഒരു അനുഭവം പങ്കുവെക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കും അത് അനുഭവിച്ച പോലെ തന്നെയാണ്. അതുപോലെ തന്നെ ആ ആൺകുട്ടികളുടെ ഒരു ഹൃദയഭേദകമായിട്ടുള്ള കരച്ചില്, അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഒരു വെള്ള പേപ്പറും പേനയും കൊണ്ടുവന്ന അദ്ദേഹം നിങ്ങൾക്ക് എല്ലാ നന്മകളും വരട്ടെ എന്ന് അവസാനമായിട്ട് ഈ മലയാളത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാധകർക്കായിട്ട് സത്യനന്ദിക്കാട് എന്ന ആ ഒരു ആത്മാർത്ഥ സുഹൃത്ത് അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ ആ ഒരു സെന്റൻസ്, ആ ഒരു വാചകം നമ്മുടെ ഹൃദയത്തിൽ എന്നും പതിഞ്ഞു കിടക്കട്ടെ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നെന്നും മലയാള സിനിമ ഉള്ള കാലത്തോളം നിലനിൽക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ മലയാളത്തിന്റെ അല്ലെങ്കിൽ മാറ്റ്നി ഫ്രീ വെബിനാറിന്റെ ഒരു ആദരാഞ്ജലികൾ, കണ്ണീർ പൂക്കൾ.
താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും ജ്യോതികുമാർ സാർ, ആർക്കെങ്കിലും ജോസഫ് ജോൺ സാർ, ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് പാട്ടുകളിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒരു മൂന്നാല് പാട്ടുകൾ ഞാനിപ്പോ ഞാൻ എടുത്തു. ആ, പറയൂ സർ. പറയാൻ പറ്റിയ അവസരത്തിലല്ല, ഞാൻ റോഡിലാണ്. പിന്നീട് അവസാന സമയത്ത് എങ്ങാനും പറയാം. താങ്ക് യു. ഓക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പാട്ടുകളിലേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരു മൂന്നാല് പാട്ടുകൾ എടുത്തിട്ടുള്ളൂ. ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് ഏറ്റവും തമാശകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണിത്. ഈ പാട്ടുകളൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ ചേർന്നവരെയും കൂടെ നമുക്ക് ഓർക്കണം. പ്രത്യേകിച്ച് അടുത്ത പാട്ടുകളിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്കൊക്കെ നമ്മളൊരു ബാഷ്പാഞ്ജലി അർപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന സിനിമയിൽ മുല്ലനേഴിൻ്റെ ലിറിക്സിൽ ജെറി അമൽദേവിൻ്റെ മ്യൂസിക്കിൽ എജേസസ് പാടിയൊരു പാട്ടാണ്. ഈ പാട്ടിൽ നമുക്ക് തുടങ്ങാം. ഷീല ടീച്ചറെ തുടങ്ങും. പവിഴമല്ലി പുത്തുലഞ്ഞ നീലവാനം. ടീച്ചറല്ലേ പോയോ? ഉണ്ട്. ആ, ഇത് ഇത് ഞാൻ ആദ്യത്തെ 4 വരിയെ എനിക്ക് ശരിക്ക് ഞാൻ 4 വരി പാടിയാൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. മതി, ദാറ്റ്സ് ഓക്കെ. മതിയോ? പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. ഓക്കെ സർ, ഇത്ര ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, ബീനാമാം ഉണ്ടല്ലോ, ആർക്കെങ്കിലും പാടാൻ പാടാം. നോക്കാം ആ, സാർ. യെസ്, ബീനാമാം പഠിക്കും. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൽ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. സ്നേഹത്തിൻ്റെ കാന്ത തീരത്ത് സ്വർഗത്തിൻ വാതിൽ തുറന്നല്ലോ, സ്നേഹത്തിൻ്റെ കാന്ത തീരത്ത് സ്വർഗത്തിൻ വാതിൽ തുറന്നല്ലോ, മേലെ മുല്ലപ്പന്തൽ നീർത്തിയതോ മേളം പൂങ്കാറ്റിൻ്റെ താലികെട്ട്, മേലെ മുല്ലപ്പന്തൽ നീർത്തിയതോ മേളം പൂങ്കാറ്റിൻ്റെ താലികെട്ട്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരാ ഒന്ന് ഷെയർ ചെയ്യാനുള്ള 4 വരി? പവിഴമല്ലി പുത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. മാനത്തെ ലോകത്തു നിന്നാരോ മഴവില്ലിൻ പാലം കടന്നല്ലോ, മാനത്തെ ലോകത്തു നിന്നാരോ മഴവില്ലിൻ പാലം കടന്നല്ലോ, നീലപ്പീലി കണ്ണും നീട്ടിയേതോ മോഹം തൂവന്നങ്ങൾ വാരിച്ചൂടി, നീലപ്പീലി കണ്ണും നീട്ടിയേതോ മോഹം തൂവന്നങ്ങൾ വാരിച്ചൂടി. പവിഴമല്ലി പുത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാം,
പൂക്കളും പുഴകളും പൂങ്ങിനാവില്ലരിയും ഭൂമി സുന്ദരം. ഓക്കെ, ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം, ഒരു 2 വരി, 4 വരി, 3 വരി സാറേ ട്രെയിനിലാണ്, 4 വരി വേണം ഷെയർ ചെയ്യാം. ആയിക്കോട്ടെ. പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിനകരിയും ഭൂമി സുന്ദരം. താങ്ക് യു സർ. ട്രെയിനിലാണേ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇതൊരു ട്രിബ്യൂട്ടാണ്. നമ്മളുടെ ശബ്ദത്തിലൂടെ ഉഷമാൻ പഠിക്കും. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണേ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിൽ പോകാം. ജോസഫ് ജോൺസ്, ജ്യോതികുമാർ സാറുണ്ട്, കുഞ്ഞോയി മാസ്റ്റർ, ആർക്കെങ്കിലും? വിൻസെന്റ് സാർ. ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിൽ പോകാം. അടുത്ത പാട്ടെന്ന് പറയുമ്പം ഇത് പ്രതീക്ഷകളുടെ ഒരു വലിയ പാട്ടാണിത്. ഇത് എഴുതിയത് അനിൽ പനച്ചൂരനാണ്. അതിൻ്റെ ലിറിക്സ്, അദ്ദേഹവും നമ്മളുടെ കൂടെ ഇല്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ കൂടെ നമുക്ക് ഓർക്കാം. റബിക്കഥ എന്ന് പറയുന്ന ഒത്തിരിയും പ്രതീക്ഷകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു പാട്ടാണിത്. ഇത് ആർക്കാണെന്ന് പാടാൻ പറ്റുന്ന 2 വരി, 4 വരി? തിരികെ ഞാൻ വരുമെന്ന് വാർത്ത കേൾക്കാനാ ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കൂ ഞാനും കൊതിക്കാറുണ്ടെന്നും. ആർക്കെങ്കിലും പറ്റുമോ? വിരാമോ, ഷിരാമോ, ആർക്കെങ്കിലും? വളരെ അർത്ഥമുള്ളൊരു തിരികെ പാട്ടാണ്. ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരമ്പോർമ്മയിൽ കണ്ടു. വെയിലേറ്റു വാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. തിരികെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. ഓക്കെ സാർ. ഞാൻ നോക്കട്ടെ സാർ. യെസ്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരമ്പോർമ്മയിൽ കണ്ടു. വെയിലേറ്റു വാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. തത്തിന്തക തെയ്തോം തെയ്തോം തത്തിന്തക തെയ്തോം തെയ്തോം തത്തിന്തക തെയ്തോം തെയ്തോം തത്തിക താളം.
തിരികെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. താങ്ക് യു സർ. ഹലോ സാബു സാർ, മനോജ് സാർ, രണ്ടുപേരും മ്യൂട്ടാണ്. പറഞ്ഞോളൂ സാർ. പക്ഷെ കേൾക്കാം രവികുമാർ. ഔ ഞാനേ സ്വല്പം കയറിയെങ്കിലും ഒന്ന് ചെറുതായി പുറത്തുപോണ്ടി വന്നു. നോക്കൂ, ആ ചെറുമികൾ കണ്ടോ, വയലേറ്റ് പാടുന്ന ചെറുമികൾ തേടുന്നു. ആ ചെറുമികൾ എന്ന് പറഞ്ഞാൽ ആരാ? വയലിൽ വേല ചെയ്യുന്നവരല്ലേ ഒരു കാലഘട്ടം. ആ നാടിന്റെ ഇത്രയും ഹൃദയസ്പൃക്കായ ഒരു കവിത വേറെ ഉണ്ടോ? നോക്കൂ, എന്താ ആ കാലത്ത് ആ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറ് പറഞ്ഞല്ലോ. സാറ് ശരിക്കും പറഞ്ഞ ഭാഗ്യവാനാ. ലെജൻസിന്റെ എല്ലാം കൂടെ എന്താ പറയുക, സ്റ്റേജ് പങ്കിട്ട ഒരാള് നമ്മളെ കൂടെ ഉണ്ടല്ലോ. നോക്കൂ, സത്യം നമ്മളെല്ലാം കൊതിച്ചാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ, ഞാൻ പോയിട്ടുണ്ട്. തലശ്ശേരിയാണ് അദ്ദേഹത്തിന്റെ വീട്. ഞാൻ അന്ന് തലശ്ശേരിയിൽ ബ്രാഞ്ച് മാനേജറായി ഇരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു ഏജന്റും കൂടി അവിടെ പോവുകയും എന്നിട്ട് മൂപ്പരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ വൈഫിന് ഒരു പോളിസി ഒക്കെ കൊടുത്തിരുന്നു, ഇൻഷുറൻസ് പോളിസി. ഞാൻ LIC-യിലായിരുന്നല്ലോ, പറയാം. അത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പേ, ഇയേഴ്സ് ബാക്ക് പറയട്ടെ. പക്ഷേ ഇത്രയും പച്ചയായ ഒരു മനുഷ്യൻ, അതേ സമയത്തോ നമ്മളെ NN കാരശ്ശേരിക്ക് മാഷക്കൊണ്ടൊക്കെ പറയുന്നത് പോലെ തുറന്ന് പറയാൻ ഒരു മടിയുമില്ലാതെ അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടീനെ എതിർക്കും, കോൺഗ്രസിനെ എതിർക്കും, BJP-നെ എതിർക്കും. എതിർക്കുക മീൻസ് രാഷ്ട്രീയ ലെവലല്ല, ആരെന്ത് തോന്നിയവാസം കളിച്ചോ അത് ശരിയല്ല എന്ന് പറയാനുള്ള ആ ഒരു ആർജവം, അത് വളരെ ചുരുക്കം പേർക്കല്ലേ ഉള്ളൂ സർ. ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? എല്ലാരെയും വെറുപ്പിക്കുക എന്നല്ലേ പറയാ. പക്ഷെ എങ്കിലും കണ്ടില്ലേ അവസാന നിമിഷവും അദ്ദേഹം. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ പറയാണ്, സാബു സാർ ഒന്ന് ഓണാക്കൂ, ഓണാക്കൂ, ഓണാക്കൂ. ഞാൻ കേൾക്കുന്നില്ല. സാറ് സാറ് മ്യൂട്ടാണ്. പറയൂ. ആ, പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഞാൻ ജസ്റ്റ് പറയാണ് ശ്രീനിവാസനെ പറ്റി. സ്വല്പ നേരം എനിക്ക് മാറേണ്ടി വന്നു അതിനിടയിൽ. പക്ഷെ ഞാൻ നമ്മളെ മനോജ് സാറിന്റെ എല്ലാം കേട്ടു. അപ്പൊ അദ്ദേഹം എല്ലാവരെയും ക്രിട്ടിസൈസ് ചെയ്യാം. കാരണം സത്യമേത് നേരേത് എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത നമ്മളെ ശ്രീനിവാസൻ. ഇവരൊക്കെ നമ്മള് വിട്ടുപോകുന്നത് നമുക്കൊരു വലിയ നഷ്ടമാണ്. കാരണം ഇപ്പൊ നേരത്തെ നമ്മൾ ഫിലിമിനെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ, എന്തൊക്കെയാണ് ചിന്താവിഷയസ്ഥിതിയും വടക്ക് നോക്കിയ യന്ത്രവും ഗാന്ധിനഗറും ഒക്കെ. ഇന്നും ഞാൻ ഒന്ന് പറയട്ടെ, പുതിയ തലമുറ വേറൊരു ലെവലിലാന്നൊക്കെ പറയുമെങ്കിലും ഇന്നും പുതിയ തലമുറക്ക് ഈ സൈസ് ഫിലിമുകൾ കാണുമ്പോൾ ഉണ്ടല്ലോ, അവര് പൊട്ടിച്ചിരിക്കുകയാണ്. അന്തസ്സുറ്റ എന്താ തമാശകൾ, വെറും വളിപ്പ് തമാശയല്ലാതെ. ഇന്ന് TV-യിൽ നമ്മൾ കാണുന്നുണ്ട് പല തമാശകളും. വൈകുന്നേരത്തെ TV തുറന്നാൽ കാണാം, പലതരത്തിലുള്ള കോപ്രായങ്ങളാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള തമാശകളും അർത്ഥവത്തും ആലോചന ജനിതകമായ ഒരു കമന്റുകളും അവ നമ്മളെല്ലാം എത്തിച്ചു തന്നില്ല അദ്ദേഹം. അദ്ദേഹത്തിന് ഞാൻ വല്ലാതെ എന്താ പറയണ്ടത്, മനസ്സുകൊണ്ട് നമിക്കുന്നു എന്ന് പറയാം. ഞാൻ പറയാണ്. അതുപോലുള്ള കുറച്ച് പേരെ നമ്മളെ ഈ സിനിമാ ഫീൽഡിലൊക്കെ ഇത്രയും തുറന്ന് പറയുന്നവരുള്ളൂ. ബാക്കി എല്ലാവരും മൂടി വെക്കുകയാണ് പല മോശത്തരങ്ങളെയും. കാരണം അവര് വേറെ പലതും ആഗ്രഹിക്കുന്നു. ഇദ്ദേഹം അതൊന്നും ആലോചിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയും അതുപോലെയാ. അതാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു അവസരം ഒരു പ്രാവശ്യം പറ്റിയിട്ടുള്ളൂ. പക്ഷെ ആ സംസാരത്തിലും ബാക്കി എപ്പോഴും അദ്ദേഹം കാണിച്ചത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അവസാനം അദ്ദേഹത്തിന് ആരോഗ്യം മോശമായി. കാരണം നേച്ചർ ഓഫ് പുതിയന്റെ പിന്നാലെ പോയി. അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയട്ടെ, അവസാനം എന്തായി, മെലിഞ്ഞ് മെലിഞ്ഞ് എല്ലാം കൂടി പ്രയാസമായി. ഇതെനിക്ക് തോന്നുന്നത് ഒരു സെർട്ടൈൻ പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇതൊക്കെ ഒഴിവാക്കണമെന്ന്, അല്ലെങ്കിൽ അത് അത് പറ്റുമോ, അല്ലെ ചെറുപ്രായത്തിൽ ആദ്യമേ തുടങ്ങേണ്ടിയിരുന്നു എങ്കിൽ അത് പറ്റും. അതുവരെ എല്ലാം കഴിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഘട്ടത്തിൽ മാറി എന്താ വെജിറ്റേറിയൻ ആവുകയും പിന്നെ എന്താ അതേപോലെ പ്രകൃതി ചികിത്സക്കൊക്കെ പോയി, ചികിത്സയല്ല, പ്രകൃതിയോട് ഇണങ്ങി, അതൊക്കെ ശരി തന്നെയാണ്, നല്ലതാണ്. പക്ഷെ അവസാനം അദ്ദേഹത്തിന് അത് ആ ഉദ്ദേശ ഫലം കിട്ടിയില്ലേ എന്ന് എൻ്റെ സംശയം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്.
അല്ലെങ്കിൽ അദ്ദേഹം ഇന്നും കുറച്ചു കാലം കൂടി ഇവിടെ ജീവിക്കുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എൻ്റെ ഇല്ല സാറേ, തെറ്റായ ജീവിച്ചിരുന്നിടത്തോളം കാലം അത്ര ആ മനോഹരമായിട്ട് അത് പ്രസന്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം. അല്ലേ? അതെ ജീവിച്ചിരുന്നിടത്ത കാലം അത്ര അതോടൊപ്പം അതിനിപ്പോൾ നമ്മൾ പറയാലോ, പല കാര്യത്തിലും പുള്ളിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ, പക്ഷെ അതെല്ലാം ആന്തരികമായിട്ട് അതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ളത് കൊണ്ടാണ് അതിങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റുന്നത്. ഉണ്ടാ ആ അതാ സർ, അത് തന്നെയാണ്. ഇപ്പൊ നമ്മള് വേറൊരാളില്ലേ, ഉലകം ചുറ്റുന്ന ഒരാളില്ലേ നമ്മളെ പാലയിലുള്ള, എന്താണ് എന്താണ് നമ്മളെ മറ്റേ സ്പേസിലേക്ക് പോകാൻ ബുക്ക് ചെയ്ത് നിൽക്കുന്ന പാലയിലുള്ള ഹേ ആ സന്തോഷ് എന്താണ് സന്തോഷ് സന്തോഷ് കുളങ്ങര. സന്തോഷ്. സന്തോഷ് കുളങ്ങര. സാറ് സന്തോഷ് കുളങ്ങരയുടെ വീഡിയോസ് കാണാറില്ലേ? എന്താ തുറന്ന് വെട്ടി തുറന്ന് പറയുന്നില്ലേ നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്, പുറത്ത് രാജ്യങ്ങളിൽ എങ്ങനെയാണ്, നമ്മൾ ഏത് ലെവലിലാണ് എന്ന്. ഇങ്ങനെയുള്ള കുറച്ച് പേരേ ഉള്ളൂ ഇതൊക്കെ തുറന്ന് പറയുന്ന ധൈര്യത്തോടു കൂടി ജീവിക്കുന്ന ആള്. ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ഒന്നും കാശിനു വേണ്ടിയല്ല, 5 പൈസ കയ്യിലില്ലാതെ ഇയാളെടുത്ത വീഡിയോ മുഴുവൻ മനോരമക്കാരും മറ്റു ചാനലുകാരും തള്ളിയതാ ഒരു കാലത്ത്. ഇന്ന് ക്യൂ നിൽക്കുന്നു, നോക്കൂ. ഇതാണ് പറയുക. ഓക്കെ. അപ്പൊ എനിക്ക് ആദ്യത്തെ അതേപോലെ ഈ പാട്ടില്ലേ സാർ, ആ ഈസ്റ്റ് കോസ്റ്റ് പയ്യൻ എത്രയാണ് ഇവരെ സപ്പോർട്ട് ചെയ്തത്. ആ കാലത്ത് ദുബായിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അന്ന് യുവാക്കളുടെ ഒരു ഹരമുള്ളൊരു കാലാണ്. അവിടെ പോയാൽ രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെട്ടവർ ധാരാളം ഉണ്ട്, എന്നാൽ രക്ഷപ്പെടാത്തവർ കുറച്ചു പേരുണ്ട്. പക്ഷേ ആ ഈ ഈ കവിത നോക്കൂ, എന്തൊരർത്ഥമാണ്. ഔ, എത്ര കേട്ടാലും നമുക്ക് മതി. നമ്മൾ വയലാറിനെ കൊണ്ടൊക്കെ പറഞ്ഞതുപോലെ എന്ത് രസത്തിലാണത്. അത് അറിയണമെങ്കിൽ നാടൻ പ്രദേശത്ത് ജീവിച്ച ആളുകൾക്കാണ് വയലും വയലേലകളും വെള്ളവും കുളവും ഒക്കെയായി ഇല്ലായ്മയോട് ജീവിച്ച് വലുതായി വന്ന ഇന്നത്തെ ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ്. ഈ പാട്ട് പാടുന്നത് തന്നെ ഒരു ഫ്ലൈറ്റിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ്. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ആ കാലത്തുള്ളവർക്കറിയാം. ഫ്ലൈറ്റിൽ എല്ലാവരും കൂടെ പോവാണ് ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടി. അപ്പോ ആ സമയത്തുള്ള പാട്ടുകൾ എന്ത് എന്തൊരു അർത്ഥവത്തായ വരികളാണ്. ഓക്കെ സാർ, താങ്ക് യു അപ്പൊ സർ. ഇനി ഈ പാട്ടുകൾ ആരും പാടുന്നുണ്ടോ? ആരെങ്കിലും രണ്ടുപേരി? ഷാബു സാറെ ഒരു ഒറ്റ ആ സെക്കൻഡ് എനിക്ക് തരണം. ആ പറയൂ. ശ്രീകുമാർ സാർ പറഞ്ഞ ഈ ഒബ്സർവേഷൻസ് എല്ലാം, ശ്രീനിവാസനെ കുറിച്ച് പറഞ്ഞ നിരീക്ഷണം എല്ലാം കൃത്യമാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അതിനകത്ത് രാഷ്ട്രീയമെന്നോ ബന്ധമെന്നോ ഒന്നുമില്ലാത്ത, വെട്ടിത്തുറന്ന, എന്തും പറയാനുള്ള പ്രസക്തമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പം നമ്മൾക്കതൊക്കെ കേൾക്കുമ്പോൾ ശ്രീനിവാസന്റെ പല പ്രസ്ഥാനങ്ങളൊക്കെ ഈ പറയുന്നതിനെ കുറിച്ചൊക്കെ പിന്നെ കോൺട്രവേഴ്സറി ആയിട്ടുണ്ട്. എങ്കിൽ അദ്ദേഹം ഒന്നും പറയാൻ മടിക്കുന്ന ആളായിരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ ഈ അറബിക് കഥ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ കേട്ടത്. അത് ലാൽ ജോസ് സംവിധാനം ചെയ്ത സിനിമ. അതിൻ്റെ ഷൂട്ടിങ്ങുകളൊക്കെ നടന്നത് ദുബായിലെ, UAE റാസൽ ഖീമ, ഫ്യൂജറ എന്ന് പറയുന്ന നോർത്തേൺ എമിറേറ്റ്സിൽ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ അവിടെ ലാൽ ജോസും ടീമും കുറേ കാലം അവരോട് അവിടെ താമസിച്ചിട്ടാണ്. വളരെ കഷ്ടപ്പെട്ടെടുത്തൊരു സിനിമയും കൂടിയാണ്. ശരിക്കും ഇപ്പോൾ ജ്യോതികുമാർ സാർ പറഞ്ഞ മാതിരി ഈ അറബ് നാടുകളിൽ പോകുന്നവർക്കും ഒരു കഷ്ടപ്പാടിൻ്റെ കഥയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ദുബായിലോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പോയിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പോകാത്തവരോ അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്കോ കുറേ സങ്കല്പങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പം മാറി, ഇപ്പം കുറേ പേർക്കൊക്കെ അറിയാം. പക്ഷേ അവിടെ സ്വപ്നങ്ങളൊക്കെ നെയ്യാനായിട്ട് പോയവരെ ആണ് കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അങ്ങോട്ട് പോകുന്നത്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. വളരെ വർഷങ്ങൾ മരുഭൂമിയുടെ ചൂട് ശരിക്കും അറിഞ്ഞ ആളാണ്. അപ്പോൾ അവിടെയും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും അതിനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു 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 മനസ്സ് നമ്മൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലൊക്കെ തന്നെയായിരുന്നു ശ്രീനിവാസന്റെ ജീവിതവും. ഒരു പക്ഷേ എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ തുടക്കം മുതലുള്ള കാലങ്ങൾ മദ്രാസിലൊക്കെ പോയി എത്രയോ ദിവസങ്ങൾ ഭക്ഷണം പോലും കഴിക്കാൻ കയ്യിൽ പൈസ ഇല്ലാതെ കലഞ്ഞ നാളുകളൊക്കെ, അതിനെക്കുറിച്ച് ഒരുപാട് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അതൊക്കെ സത്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ സർ കല്യാണം, അതേപോലെ തന്നെ കല്യാണവും. അതെ, അതെ, അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് പോലും, കല്യാണത്തിന് പോലും സഹായിച്ചത് പോലും മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനടൻ കൊടുത്ത ചെറിയ പൈസയും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് ഉണ്ട്. അപ്പം അതാണ് ജ്യോതികുമാർ സർ പറഞ്ഞ വാക്കുകളൊക്കെയും വളരെ അർത്ഥവത്താണ്. കാര്യം ഈ നമ്മുടെ നാടുകളിലെ ബുദ്ധിമുട്ടുകളും നാടെന്താണെന്ന് അറിയുന്നവർക്ക് മാത്രമേ ഈ പറയുന്ന രീതിയിലുള്ള പാതകളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അത് ബെന്യാമിന്റെ ആടുജീവിതം വായിച്ചാൽ മനസ്സിലാവും ആവറേജ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് അവിടെ കഴിഞ്ഞു കൂടിയത്. എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഒരുവിധം രക്ഷപ്പെട്ടു. സാധാരണക്കാരൻ ഇവിടുന്ന് 8ാം ക്ലാസ്സും 5ാം ക്ലാസ്സും പഠിച്ചിട്ട് പോകുന്ന ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് എന്തും ചെയ്യുക. അതാണ് ബെന്യാമിന്റെ
ആടുജീവിതം. അത് വായിച്ചാൽ അറിയാം. നല്ല മെജോറിറ്റി അന്ന് ആ കാലത്ത് അങ്ങനെയായിരുന്നു ഒരു കാലം. തീർച്ചയായും. അപ്പൊ ഓക്കെ, അതേപോലെ ഇനി തന്നെ ഈ ഒരു പാട്ട് സിനിമ പാടുന്നുണ്ടോ അറബിക്കഥ. ആരെങ്കിലും? ഈ പാട്ട് ആരെങ്കിലും പാടുന്നുണ്ടോ? ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഒരു പാട്ടും കൂടെ, വ്യത്യസ്തനായ ഒരു ബാർബറാം ബാലൻ. ഇതും അറബിക്കഥയുടെ തന്നെ പാട്ടാണ്. അനിൽ പനച്ചൂരാൻ തന്നെ എഴുതിയ ഒരു പാട്ടാണ്. ആ, നമുക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു സിനിമയും കൂടിയാണ് അല്ലേ? സാധാരണമായ ഒരു സാബു സാർ ചെറിയ തിരുത്തില്ലേ, ഈ വ്യത്യസ്തനാം ഒരു ഉണ്ടല്ലോ, ബാർബറാം ഇത് ബാലൻ കഥ പറയുമ്പോൾ എന്നുള്ള ഫിലിമിലെ കഥ കഥ പാട്ടാണ് പറയുമ്പോൾ. പറയുന്നത് അല്ലേ? ഓക്കെ കഥ ഓക്കെ പറയും. ഓക്കെ ഓക്കെ. മമ്മൂട്ടിയുടെ പടം. സാറേ 4 വരി പാടണം. പഠിക്കും പഠിക്കും. ഏതാണ് സാറേ ഇതിപ്പം? പഠിക്കും. വ്യത്യസ്തനാമൊരു ബാബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കൊന്നാർക്ക് തലവനം ബാലൻ, വെറും ഒരു ബാലന് അല്ലിവനൊരു കാലൻ. വ്യത്യസ്തനാമൊരു ബാബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. യെസ്. ഇനി ആർക്കാണ്? ഈ പാട്ടിന്റെ ഒരു സ്റ്റൈൽ കേട്ടിട്ടുണ്ട്. എനിക്കൊന്ന് ജ്യോതികുമാർ സാർ ഇതിന്റെ 4 വരി പാടിയാൽ മനോഹരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സാറിന്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കറക്റ്റ് ആണോ ജ്യോതികുമാർ സാറേ? 4 വരി പാടാമോ? ഞാൻ പാടാം. പാടു സാറേ. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവരിക്കന്നോർക്കും എനിക്കത്ര കിട്ടുന്നില്ല സാറേ. തലകടിക്കുന്നോർക്ക് തലവനം ബാലൻ, വെറുമൊരു ബാലനല്ലി ഇവനൊരു കാലൻ. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവനാം ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. താങ്ക് യു. ഞാൻ ആരും ഒരു ഈ പാടാം സിനിമ സാറേ. എനിക്ക് അതുപോലെ തന്നെയായിരുന്നില്ലേ? വളരെ വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു. സസ്പെൻസിന്റെ മുൾമുനയിൽ നിർത്തിയ ഒരു സിനിമയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അല്ലേ? ഈ സാറിന്റെ കഥ ക്ലൈമാക്സ് പറയുമ്പോൾ. എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും വയ്യ അല്ലേ? അതെ അതെ അതെ, വ്യത്യസ്തമായൊരു സിനിമയും കൂടിയായിരുന്നു. ആരാണ് ശിവകുമാരി പഠിക്കും. പാടിക്കോളൂ. ശിവകുമാരി സാറേ പോയി നെറ്റ് കംപ്ലൈന്റ് ആയി. ഇല്ല, കംപ്ലൈന്റ് ഒന്നുമില്ല, പഠിക്കും. എന്റെ നെറ്റ് സാറേ എനിക്ക് കാണുന്നില്ല ഒന്നും. എന്നാ വെയിറ്റ് ചെയ്യും. എനിക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ ശരിയാവും. ശരി. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, വെറുമൊരു ബാലനൽ ഇവനൊരു കാലൻ. ബാലൻ ഒരു കാലൻ, മുടിമുറിശീലൻ അതിലോലൻ, മുടിവടിവേലൻ തോഴൻ, നമ്മുടെ ബാലൻ ബാലൻ ബാലൻ. ഇനി ഞാൻ പാടാം സാറേ, പെട്ടെന്ന് പാടാം. പാടും. വ്യത്യസ്തനായൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്കു തലവനം ബാലൻ, വെറുമൊരു ബാലനൻ ഇവനൊരു കാലൻ. ബാലൻ ഒരു കാലൻ, മുടിമുറിശീലൻ അതിലോലൻ, മുടി വടിവേലൻ ഞന തോഴൻ, നമ്മുടെ ബാലൻ ബാലൻ ബാലൻ. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. താങ്ക് യു. ഇപ്പൊ പോകും നെറ്റ്.
ഒരു കൈ നോക്കട്ടെ. ഓക്കെ. വ്യത്യസ്തനായൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞീല. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞീല. തലവടിക്കുന്നോർക്കു തലവന ബാലൻ, തലവടിക്കുന്നോർക്കു തലവന ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. ബാലൻ ഒരു കാലൻ മുടിമുറിശീലൻ, അതിലോലൻ മുടിവടിവേലൻ, അഴിതോഴൻ നമ്മുടെ ബാലൻ 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 ബാലൻ. ഉലകം പതയ്ക്കുന്ന ക്രീമുമയത്തി വദനം മിനുക്കുന്ന മീശപ്രകാശ, ആമാശയത്തിന്റെ ആശ നിറവേറ്റാൻ രോമാശയങ്ങൾ അറുക്കുന്ന വീര. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞീല. തലവടിക്കുന്നോർക്കു തലവന ബാലൻ, തലവടിക്കുന്നോർക്കു തലവന ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. ഓക്കെ സർ. ഓക്കെ. വേറെ ആർക്കെങ്കിലും ട്രൈ ചെയ്യാനുണ്ടോ? ക്ഷമം. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞീല. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞീല. തലവടിക്കുന്നോർക്കു തലവനം ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. തലവടിക്കുന്നോർക്കു തലവനം ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. ബാലൻ ഒരു കാലൻ മുടിമുറിശീലൻ അതിലോലൻ, ബാലൻ ഒരു കാലൻ മുടിമുറിശീലൻ അതിലോലൻ. താങ്ക് യു. ഓക്കെ. ഇനി വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, വെറുമൊരു ബാലനൻ ഇവനൊരു കാലൻ. ബാലൻ ഒരു കാലൻ മുടിമുറിശീലൻ, അതിലോലൻ മുടിവടിലേലൻ, നമ്മുടെ ബാലൻ 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 ബാലൻ. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. യെസ്, അടിപൊളി. ഉലകം വിതയ്ക്കുന്ന ഓക്കെ. ഇനി ആർക്കെങ്കിലും പാടാണ്ട് പാടാം, അല്ലെങ്കിൽ നമുക്കൊരു പാട്ടോടെ ഉണ്ട്. ഈ പാട്ടുകളെല്ലാം ശ്രീനിവാസനെ സംബന്ധിച്ചോളം നമ്മുടെ മനസ്സിൽ വളരെ ശക്തമായ അല്ലേ ആശയങ്ങൾ കോറിയിടുന്നുണ്ട്. ഇനി ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ഒരു പാട്ടാണ്. ഈ പാട്ടും സ്വല്പം പ്രത്യേകതയുള്ള ഒരു പാട്ടാണ്. ആ സിനിമയും നമുക്ക് വളരെയധികം പ്രത്യേകതയുള്ളതാണ്. അയ്യോ അച്ഛാ പോകല്ലേ എന്നുള്ള ഒരു കോട്ട ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം ഇതും കൂടെ ഒന്ന് പാടും എന്നുള്ളത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മച്ചകത്തമ്മയേക്കാൾ തൊട്ടു വന്നിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര, അദ്വൈത വേദാന്ത ചിന്തതൻ വഴിയിലൂടാതിന്തമില്ലാത്ത യാത്ര, ഒരറിവില്ല പൈതലിൻ യാത്ര. യെസ്, ആരാണ് പാടുന്നത്? പിന്നെ മാമോ ആർക്കെങ്കിലും അറിയാവുന്നവര് 4 വരി.
വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് നമ്മൾ ചിന്താവിഷ്ടയ ശ്യാമളയിൽ ശ്രീനിവാസനെ കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു ഗിരീഷ് പുത്തഞ്ചേരിയെയും നമുക്ക് ഓർക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹമാണ് എൻ്റെ ലിറിക്സ് എഴുതിയത്. കുറച്ച് ടഫ് പാട്ടാ സാറേ ഇത്. ഇത് അതെ നമ്മൾ ആ ഒരു കോണ്ടക്സ്റ്റുമായിട്ട് ഇത് ബന്ധിപ്പിക്കുന്നു. അത്ര ഫെമിലിയറും അല്ല സാർ ഈ പാട്ട്. അതെ അതാ അതെ അതെ വേറെ പാട്ടുകൾ ഉണ്ടായിരുന്നു. ബാബു സാറേ, ഒന്നും ഈ പാട്ട് ഇത്തിരി പറഞ്ഞ പോലെ പാടാൻ ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് ചിന്താവിഷ്ടയ ശ്യാമളയിലെ തന്നെ വളരെ സിമ്പിളായ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ പാടാം. വളരെ സിമ്പിൾ പാട്ടാണ്. സിമ്പിൾ അല്ല, അത് ശരിക്കും നമ്മള് പാടി നിർത്താം. ഇനി നമുക്ക് സമയം വേണ്ട. പഠിക്കും. അതെ, 4 വരി ഞാൻ പാടാം. മായാമയൂരം പീലി നീർത്തിയോ ആശാമരാളം താളമേകിയോ പ്രിയമാനസം ഭാവാർദ്രമായി നവരാഗ കൽപ്പനയിൽ മായാമയൂരം പീലി നീർത്തിയോ ആശാമരാളം താളമേകിയോ. ഇത് എം ജി ശ്രീകുമാർ പാടിയാണ്. ഇത് വളരെ മനോഹരമായിട്ട് ആ ചിത്രത്തിൽ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ച ഒരു പാട്ട്. എൻ്റെ അനുപല്ലവി എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ചിലപ്പോൾ അറിയാവുന്നവരുണ്ടാവും. ചിലപ്പം നമ്മുടെ ഷീല ടീച്ചറെ പോലുള്ളവർക്കൊക്കെ എൻ്റെ ബാക്കി അനുപല്ലവി ഒരു പക്ഷെ പാടാൻ പറ്റും. ജ്യോതികുമാർ സാറിന് പറ്റും. അനുപല്ലവി ഓർമ്മയിലൂടെ ഏതെങ്കിലും പാട്ടുകളുണ്ടെങ്കിൽ പാടാം കേട്ടോ. പാടാം. ഞാനിത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ 4 വരി കിട്ടിയത് ഞാൻ പാടിയെന്നേ ഉള്ളൂ. ബാക്കി അറിയാവുന്നവർക്ക് പാടാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓർമ്മയിൽ വരുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കാണുക. മഹാനായ നടനെ ഒരിക്കൽ കൂടി നമ്മുടെ വാക്കുകളിലൂടെ ഓർക്കാൻ സാധിച്ചു. വളരെ സന്തോഷം. മനോകുമാർ സാർ അനേകം ചിത്രങ്ങളിലൂടെ അല്ലെ, ഓരോ ചിത്രങ്ങൾ ഓരോ ചലച്ചിത്രങ്ങളാണ്. അത്ര മനോഹരമായിട്ട് തന്നെ. ജോസഫ് ജോൺ സാർ എത്തിയോ? ഇല്ല. ഓക്കെ, ഉണ്ടല്ലോ. പറഞ്ഞു സാറിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിക്കോട്ടെ. സമയമുണ്ടോ സാർ? 1 മിനിറ്റ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ. പാട്ടുകളൊക്കെ കഴിഞ്ഞു അല്ലേ? അതിന്റെ ഇതേക്കാന്ന് ചോദിച്ചപ്പോ സാറിന്റെ കൂടെ കൂട്ടി പാട്ടുകൾ കഴിഞ്ഞോ? കേൾക്കാമോ? കേൾക്കാം സാർ. സാറൊരു പാട്ട് പാടാം തീർച്ചയായിട്ടും. ജോസഫ് ജോൺ സാറിന്റെ ശബ്ദത്തിലൂടെ ശ്രീനിവാസൻ സിനിമയിലെ ഒരു പാട്ട് കേൾക്കുന്നതിൽ കുഴപ്പമില്ല. സാർ കറക്റ്റ് സമയത്ത് വന്നു എന്നുള്ളതാണ്. അത് വേണോ? എനിക്ക് പാടാനുള്ളൊരു സാഹചര്യം അല്ല. സൗണ്ട് എടുക്കാൻ പറ്റുന്ന സാഹചര്യം. ശ്രീനിവാസനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. ഓക്കെ, അദ്ദേഹത്തെ ഒന്ന് സ്മരിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാന്ന് തോന്നുന്നു. ഞാനതാ നേരത്തെ പറഞ്ഞ് അവസാനത്തേക്ക് ഞാൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് വരാം എന്ന് പറഞ്ഞു. ഓക്കെ, മലയാളിയെ കേൾക്കാവോ? കേൾക്കാം സാറേ, കേൾക്കാം. അത്രയധികം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മറ്റൊരു കലാകാരൻ മലയാള സിനിമ ചരിത്രത്തിലില്ല എന്ന് വേണം പറയാം. പലരും ചിരിപ്പിച്ച് കടന്നു പോയിട്ടുണ്ടാവും, അവർക്ക് ചിന്തിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു പ്രതിഭ ശ്രീനിവാസൻ എന്ന് ആരും സമ്മതിക്കും അല്ലേ? ശ്രീനിവാസൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ, അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളായാലും എഴുതി രൂപപ്പെടുത്തിയ കഥാപാത്രങ്ങളായാലും നമുക്ക് നേരെ പിടിച്ച കണ്ണാടിയാണ്. അതിലൊക്കെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ
വികാരങ്ങളാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. റിഫ്ലക്ഷൻസ് ഒക്കെ നമുക്ക് അതിലേക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. അത്രയും സൂക്ഷ്മമായ തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ച കലാകാരനാണ്. അങ്ങനെ ആക്ഷേപഹാസ്യത്തിന്റെ സർക്കാസം എന്ന് പറയുന്നത് അതിനുള്ളൊരു വാക്ക് പാവം പാവം രാജകുമാരൻ എന്ന് പറയാം മലയാള ചലച്ചിത്ര മേഖലയിലെ. അദ്ദേഹം ശരിക്കും പറഞ്ഞ ആ ഒരു പേരിന് യോഗ്യനാണ്. കാരണം അദ്ദേഹം ഒരു പാവമായിരുന്നു. ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അതിൽ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അയൽവാസി സംസാരിച്ച കൂട്ടത്തിൽ പറയുകയായിരുന്നു, ഈ കൃഷി ജൈവ കൃഷി നടത്തുന്നതിൽ അദ്ദേഹത്തിന് നല്ല നഷ്ടം ഉണ്ടാകുന്നുണ്ട്. 10-12 ലക്ഷം രൂപ മുടക്കിയാൽ എന്തെങ്കിലും തിരിച്ചു കിട്ടിയില്ല. ഒരിക്കൽ അദ്ദേഹത്തോട് ഇതിനി തുടർന്ന് പോകണമെന്ന് ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞതെന്ന് പറയുന്നു, നിങ്ങൾ കണക്കൊന്നും നോക്കണ്ട, അതൊക്കെ പറഞ്ഞാൽ എനിക്ക് വിഷമമാകും, അതുകൊണ്ട് കൃഷി ചെയ്യുക, ജൈവ കൃഷി ചെയ്ത്. അതായത് നന്മയുടെ പക്ഷത്തായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ നന്മയുണ്ടാകാൻ വേണ്ടി നഷ്ടം സഹിച്ചു പാവപ്പെട്ട ജനങ്ങളോടൊപ്പം നിന്ന പാവം രാജകുമാരൻ. ഓക്കെ, കണ്ടനാട് എന്ന സ്ഥലത്താണ് അല്ലെ, കണ്ടനാട്. അപ്പൊ അവിടെ ഒരു ഓപ്പൺ ഹൗസ് പോലെ ആയിരുന്നു എന്നാണ് പറയുക. നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ കൂടി. ശ്രീനിവാസന്റെ തുടക്കം വളരെ ഹമ്പിളായിരുന്നു നമുക്കറിയാം. വളരെ പ്രതിസന്ധികൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് തരണം ചെയ്താണ് അദ്ദേഹം വന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഡയലോഗുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തത്തിക്കളിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? നാടോടിക്കാറ്റിൽ അവർ പശുവിനെയൊക്കെ വാങ്ങിച്ച് സ്വപ്നങ്ങൾ കാണുന്നത്, പക്ഷെ അത് വീണ്ടും അതിന്റെ പിണ്ണാക്ക് പോലും തിന്നാൻ കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതൊക്കെ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. പലരും പല സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് എടുത്തു ചാടുന്നതിന്റെ ഉദാഹരണം. മലയാളിക്ക് അങ്ങനെയാണല്ലോ, ഒരു നോട്ടമില്ല, എടുത്തു ചാടും. ഓക്കെ, പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രി ഒന്നുമല്ല എന്നൊരു സിനിമയെ പറയുന്നുണ്ട്, പട്ടണ പ്രവേശത്തില്. അവിടെ കല്യാണം ഇവിടെ പാലുകാച്ച് എന്നുള്ളൊരു ഡയലോഗ് അഴകിയ രാവണനില് ഇപ്പൊ ശരിയാക്കി തരാം. അത് വളരെ പ്രശസ്തമാണ് അല്ലെ, എല്ലാവർക്കും അറിയാം. പപ്പു അവതരിപ്പിച്ച ആ കഥാപാത്രം. അങ്ങനെ നമ്മൾ നിരന്തരം കാണുന്ന നമ്മളുടെ ചുറ്റുമുള്ള ചിലപ്പോൾ നമ്മൾ തന്നെയാകുന്ന കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച അതുല്യ പ്രതിഭയുടെ മുന്നിൽ നമുക്ക് ഓർമ്മ പൂക്കളർപ്പിച്ചുകൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം ഈ വൈകിയ വേളയിലും ചേരുകയാണ്. താങ്ക് യു. സാറ് ഒരു പാട്ടിന്റെ 4 വരി പാട്ട് പാടിക്കോട്ടെ? ഓക്കെ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്ന് കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്ന് കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. കാറ്റ് വന്ന് പൊന്മുളകൻ കാതിൽ മൂളും നേരം, കാറ്റ് വന്ന് പൊന്മുളകൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴൻ എന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്ന് കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. ആറ്റിറമ്പിൻ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവെയിലിൻ കുങ്കുമപ്പൂവിലെ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്ന് കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. താങ്ക് യു സർ. സോ ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും ശ്രീനിവാസൻ ജീവിക്കട്ടെ എന്നുള്ള ഓക്കെ. സബു സാറെ, ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സാറിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീനിവാസൻ മരിച്ചപ്പോൾ ഞാൻ എറണാകുളത്തുണ്ടായിരുന്നില്ല, ഞാനന്ന് ബോംബെയിലായിരുന്നു. അപ്പോൾ എൻ്റെ ശ്രീനിവാസനെ അറിയാവുന്ന ഇവിടെ കുറച്ച് പേര് വന്നിട്ട് ഒരു KPK വേങ്ങര എന്നൊക്കെ പറഞ്ഞ ആളുണ്ട്. അദ്ദേഹം UAE റേഡിയോ ഒക്കെ തുടങ്ങിയ ആളാണ്. അദ്ദേഹമായിട്ട്
വളരെ അടുത്ത സുഹൃത്ത് ബന്ധമുള്ളതാണ് മൊയ്തീൻ കോയ. ഇവരൊക്കെ ഇവിടെ വന്നിരുന്നു. അപ്പം എന്നെ വിളിച്ച് വെങ്കടച്ചേട്ടനോട് ഞാൻ വളരെയധികം ബന്ധമുള്ള ആളാണ്. അദ്ദേഹം ഈ പറഞ്ഞ അറബിക്കഥ എന്ന സിനിമയിൽ രണ്ടുപേരും അഭിനയിച്ചിട്ടുമുണ്ട്, ഈ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ട്. വെങ്കടച്ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, മൊയ്തീൻ കോയുണ്ട്. അവർ ഒരു റൂമിലൊക്കെ ഒരുമിച്ച് കഴിഞ്ഞവരുടെ കുറേ സീനുകളിലൊക്കെ ഇവരൊക്കെ റേഡിയോ സുഹൃത്തുക്കളാണ്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ലെന്നുള്ള ഒരു വിഷമമായിരുന്നു ശരിക്കും പറയാം. അതുപോലെ സുഹൃത്ത് ജയദേവ് കലൂരൊക്കെ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്ഥലത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ്റെ ആ ഒരു യാത്രയിൽ എനിക്ക് പോകാൻ പറ്റില്ല, അദ്ദേഹം കാണാൻ പറ്റിയ ഒരു വിഷമമുള്ള കാര്യമായിരുന്നു. പക്ഷേ ആ വിഷമം സാർ അന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തീർന്നു. ശ്രീനിവാസന് ഒരു ട്രിബ്യൂട്ട് എങ്കിലും കൊടുക്കാൻ പറ്റിയത് വലിയ ഞാൻ രാവിലെ ഒരു കാര്യം കൂടെ പറയാം. ഞാനിതിൻ്റെ ഈ വോയിസ് ഓവർ എഴുതിയ വരികളൊക്കെ ഞാൻ തന്നെ കുറേ ദിവസമായിട്ട് വരികൾ എഴുതിയിട്ട് ഒന്നും കിട്ടിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തെഴുതണമെന്ന് പോലും എനിക്ക് അറിയാൻ വയ്യാതെ. അപ്പോൾ സാറിനോട് കമ്മിറ്റും ചെയ്തു പ്രോഗ്രാം ചെയ്യാമെന്ന്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കിട്ടിയ വരികളാണ്. അതെല്ലാം ഞാൻ അപ്പോഴേ തന്നെ അങ്ങനെ തന്നെ പകർത്തി വെച്ച് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്താണ്. അതിലുപരി അതിനകത്ത് ഞാൻ ഒരു മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട്. വളരെ എനിക്ക് എൻ്റെ മനസ്സിൽ ടച്ച് ചെയ്ത് തന്നെ കമ്പോസ് ചെയ്ത് ഞാൻ തന്നെയാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വയലിനാണ്. വയലിൻ സോളോ ഞാൻ അതിനകത്ത് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ആ വയലിൻ വായിച്ച വയലിൻ്റെ നിങ്ങൾ ടോൺ കേൾക്കുന്നത് എൻ്റെ മകൻ വായിച്ച വയലിനുമാണ്. അപ്പോൾ ഞാൻ ആ പാട്ട് ആ സോങ് മാത്രമായിട്ട്, അതിനകത്ത് വരികളൊന്നുമില്ല, അത് മാത്രം ഞാൻ സാറേ കുറച്ചൊന്ന് പ്ലേ ചെയ്യാം. ഷാബു സാർ അലോ ചെയ്യാണ്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ താങ്ക് യു മനോജ് സാർ, നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകിയതിന്, എല്ലാവർക്കും പാട്ടുകൾ പാടിയതിന്, മനോഹരമായ ഓർമ്മകളിലൂടെ നമുക്ക് ജീവിക്കാം. സോ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു. താങ്ക് യു. നല്ലൊരു ട്രിബ്യൂട്ട്. മനോജ് കുമാർ സാറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. നല്ലൊരു ട്രിബ്യൂട്ട് കേട്ടോ, സൂപ്പർ ട്രിബ്യൂട്ട്. നടന്നുകൊണ്ട് ആളെല്ലാം കണ്ടു. അപ്പൊ ശ്രദ്ധിച്ചിരുന്നു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ മനോഹരമായിരിക്കും തോന്നി. അത് പറയാൻ വിട്ടുപോയതാണ് സാർ. അത് ഒന്നുകൂടി പ്ലേ ചെയ്തതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അതെ, എൻ്റെ മനസ്സിലുള്ള ഒരു സങ്കടം ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് അത് രേഖപ്പെടുത്തിയത്. മകൻ്റെ വയലിനും ഒക്കെ എൻ്റെ ഇപ്പം എന്തോ വല്ലാത്ത ഒരു സന്തോഷത്തോടു കൂടിയുള്ള വേദന എന്നൊക്കെ പറയല്ലേ, അതുപോലെ. അപ്പൊ എല്ലാവരും വീണ്ടും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭരാത്രി. ആ ഒരു മ്യൂസിക് കേട്ടപ്പോ എനിക്ക് അമ്പിളി പൂവട്ടം പൊന്നൊരുളി നാൽപ്പാമരം കൊണ്ട് കിളിവാതിൽ വീട്ടിനകത്തെ പൂമുറ്റത്തുണ്ട് താനേ വളർന്നൊരു മന്ദാരം. എന്റെ ജാനകിക്കുട്ടിക്ക് എന്നൊരു സിനിമയില് ഒരു മ്യൂസിക്കിനോട് ഒരു സാമ്യം എനിക്ക് തോന്നും. ജസ്റ്റ് അതുകൊണ്ട് പറഞ്ഞതാണ്. താങ്ക് യു സാർ, താങ്ക് യു. സോറി, സാറിന്റെ സമയം ഞാൻ എടുത്തു. താങ്ക് യു സാർ. വിലവേറിയ അഭിപ്രായങ്ങൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. താങ്ക് യു സാർ. ഓക്കെ, സി യു. നാളെ നമുക്ക് വീണ്ടും കാണാം. സി യു. ബൈ. ഗുഡ് നൈറ്റ്.